വെയിൽ ചൂടിന്റെ വിലാപം. കഴിഞ്ഞ ആഴ്ച പത്രങ്ങളിൽ വന്ന വാർത്തയായിരുന്നു ചൂടേറ്റു മരണം. കഠിനമായ വേനലിൽ തുറന്ന റോഡിൽ പണി ചെയ്തു വന്നിരുന്ന ഒരു യുവ തൊഴിലാളി വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് തന്നെ തളർന്നു വീണു. ആശുപത്രിയിലെത്തുന്നതിനു മുൻപേ ജീവൻ നഷ്ടപ്പെട്ടു. അനീഷ് ഒരു സാധാരണ ദിവസക്കൂലിക്കാരൻ. ചെറുപ്പം തന്നെ, 27 വയസ്സ്. വീട്ടിൽ അമ്മയും കുഞ്ഞു സഹോദരിയും മാത്രം. അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് രോഗം കൊണ്ട് മരിച്ചിരുന്നു. വേനലിന്റെ ചൂട് സഹിക്കാൻ പോലും സാധിക്കാത്തപ്പോൾ പോലും അനീഷിന് പിന്നോട്ടില്ലാത്ത ജോലി, റോഡ് കെട്ടിടപ്പണി. അമ്മ, കുറച്ചുകൂടി കരുതിക്കോ. ഇനി 2 മാസം കഴിഞ്ഞാൽ സഹോദരിയുടെ പഠനത്തിന് ഫീസ് കൊടുക്കാൻ പറ്റും. അനീഷ് പലപ്പോഴും അമ്മയോട് പറയും. ആ ദിവസം ചൂട് 40 ഡിഗ്രിക്ക് മുകളിലായിരുന്നു. സഹപ്രവർത്തകർ പലരും മരത്തിന്റെ തണലേറ്റിരുന്നു. പക്ഷേ, അനീഷ് പറഞ്ഞു, 1 മണിക്കൂർ കൂടി ചെയ്താൽ ഇന്നത്തെ കൂലി കിട്ടും. സഹോദരിയുടെ പുസ്തകം വാങ്ങാൻ പറ്റും. ആ വേനൽക്കാറ്റിൽ വിയർപ്പും പൊടിയും ചേർന്ന് അവന്റെ ശരീരം ക്ഷീണിച്ചുപോയി. വീട്ടിലേക്ക് പോകാൻ കാൽ വച്ചു തുടങ്ങിയപ്പോഴാണ് അവൻ നിലം പതിച്ചത്. ആ ദിവസത്തെ രാത്രി, അമ്മയുടെ കണ്ണുനീർ നിലച്ചില്ല. എന്റെ മകൻ മറ്റുള്ളവർക്ക് വേണ്ടി റോഡുകൾ പണിതു. പക്ഷേ തന്റെ ജീവിതപാതി പോലും നടക്കാൻ കഴിഞ്ഞില്ല. അമ്മ നിലവിളിച്ചു. സഹോദരി പുസ്തകങ്ങൾ തുറക്കുമ്പോൾ ഓരോ പേജിലും അനീഷിന്റെ വിയർപ്പ് വീഴുന്ന പോലെ അവൾക്ക് തോന്നി.